അങ്ങനെ ഒരു 4-5 പേരായിട്ട് ലിവ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒന്നും സംഭവിക്കത്തില്ല. 4 കൂടുതൽ ആൾക്കാരായിട്ട് നമ്മളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചാണോ ഇയാൾ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് 20 വർഷം താങ്കളുടെ കൂടെ ജയശ്രീ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആൾ ഉപേക്ഷിച്ചു? പാലുണ്ടോ മോലയുണ്ടോ പാലുണ്ടോ എന്ന് നോക്കുന്ന പണിയാണത്. വെർജിനിറ്റി എന്തിനാണ് ഇയാൾക്ക് അറിയാവോ? വെർജിനിറ്റി എന്തിനാണ്? നഗ്നരായ എല്ലാ സ്ത്രീകളെയും അങ്ങനെയാണെങ്കിൽ ഗോത്രവർഗത്തിൽ മുഴുവൻ പേരും റേപ്പ് ചെയ്തേനെ. താനും ഞാനും ഇവിടെ ഇരിക്കുന്നത് പിടിക്കപ്പെടാത്ത കള്ളന്മാർ മാത്രം. ഈ അറിവില്ലാത്ത പുരുഷ കോന്തന്മാരുടെ മൂല്യമാണ് ഈ ചീറ്റിംഗ് എന്നൊക്കെ പറയുന്ന സാധനം. അവർക്ക് ജനാധിപത്യം എന്നതാണ് അറിഞ്ഞുകൂടാത്ത 2 കോന്തന്മാരാണ് ഈ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ. എൻ്റെ പാർട്ണറായിരിക്കുന്ന ജയശ്രീ ആരുമായി ബന്ധം ഉണ്ടാക്കിയ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയാലും ഞാൻ നോക്കും. ജീവിതകാലം മുഴുവൻ 2 പേര് തമ്മിൽ ജീവിക്കേണ്ടതാണെന്ന് പഴയ മണ്ടക്കിണയപ്പന്മാർ പറഞ്ഞത് ഇയാൾ എടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഫെയിം സിപ്സ് എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ തൻ്റെതായ അഭിപ്രായങ്ങൾ യാതൊരു വിധത്തിലും ഒരു അഭിപ്രായത്തിൽ മാറ്റങ്ങൾ കൂടാതെ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുകയും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീ മൈത്രേയ്, വെൽക്കം ടു അവർ ഷോ. ഓക്കെ, ഇപ്പോൾ 72 വർഷമായി. കഴിഞ്ഞ ഈ മാസം 5-ാം തീയതിക്ക് 72 വർഷമായി താങ്കൾ ഭൂമിയിലെത്തിയിട്ട്, അങ്ങനെ വേണം പറയാനായിട്ട്. ആ 72 വർഷത്തിൽ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് എന്താണ് ജീവിതത്തെ പറ്റി തോന്നിയിട്ടുള്ളത്? ജീവിച്ചിരിക്കുന്നതാണ് ഒരു ജീവി ചെയ്യുന്നത്. അത് കവിഞ്ഞ് വേറൊന്നും അതിനകത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് എനിക്കുള്ളത്. ജീവിതത്തിൽ എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത്, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതിനെ സൂക്ഷ്മമായിട്ട് കൂടുതൽ മനസ്സിലാക്കാം. പക്ഷെ ജീവിച്ചിരിക്കുന്നതാണ് പ്രധാനം. ജീവിതം ജീവിച്ചിരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ അർത്ഥമൊന്നും ഉണ്ടാകില്ല. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരാളെ സ്നേഹിച്ചു, ആളെ കൂടെ ജീവിച്ചു, അതിൽ നമ്മൾ കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷെ താങ്കളുടെ ഒരു കൺസെപ്റ്റിൽ എന്ന് പറയുകയാണെങ്കിൽ കല്യാണമേ കഴിക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടില്ല. ഞാൻ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് 2 പേര് തമ്മിൽ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയണം, അവരൊന്നിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയണം. നാട്ടുകാർ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലത്. അത് ആധുനിക ജനാധിപത്യ പൗരബോധമുള്ളവർക്ക് സ്വന്തം ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ അല്ല. ഞാൻ എൻ്റെ ഒരു ഇയാളുടെ ജീവിതത്തിനകത്തെന്നുള്ളതല്ല, പണ്ട് കൃഷി സമൂഹത്തിനകത്ത് ഓരോ ആളും എങ്ങനെ ജീവിക്കണമെന്ന് അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ, ഗുരുകുല വിദ്യാഭ്യാസത്തിനകത്തൊക്കെ നിങ്ങൾ എന്ത് സ്വധർമ്മം ചെയ്യണമെന്ന് കൃത്യമാക്കും. അതിനനുസരിച്ചല്ല, നിങ്ങൾക്ക് മാറി വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ഈ ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത് രാജാവില്ലാത്ത സമൂഹത്തിനെയാണ് ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത്. മുകളിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഇരുന്ന് എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നതല്ല. പ്രജയായിരിക്കുന്ന ആളിന് കൂറും അച്ചടക്കവും അനുസരണയും ഈ 3 എണ്ണം മതി. അങ്ങനെയാണ് നമ്മളെ കുട്ടിക്കാലത്ത് തൊട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പോൾ പൗരനാകുമ്പോൾ അങ്ങനല്ല, തെരഞ്ഞെടുക്കാനുള്ള. അതുകൊണ്ടാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് ഇണയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇണയെ തിരഞ്ഞെടുക്കുന്നതിന് കഴിവുള്ളവരായി നമ്മൾ മാറുമ്പോൾ അതിനകത്ത് മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞിട്ടല്ല, ഇവർ തമ്മിലുള്ള ഐക്യം, ഇവർ തമ്മിലുള്ള ചേർച്ചയാണ് അതിന്റെ തുടർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. മറ്റേതങ്ങനല്ല. കുടുംബത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നവരാ, അവർ പറയുന്ന ഒരാള്, അതാണ് അതിന്റെ സ്ഥലം. ഈ വ്യത്യാസമാണ്. അപ്പൊ 2 പേര് തമ്മിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഇഷ്ടമാണ്, അവരുടെ തമ്മിലുള്ള ചേർച്ചയാണ് അതിന് അടിസ്ഥാനം. ഇത് എപ്പോഴാണോ ഇല്ലാതാകുമ്പോൾ അവർക്ക് പിരിയാം എന്ന് പറയുന്നതാണ് നമ്മൾ ആധുനിക. അതുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബ കോടതിയൊക്കെ ഉണ്ടാക്കിയത്. പിരിയാനുള്ള പണ്ട് വിധവകളെ ഉള്ളു, വിവാഹമോചിതർ എന്ന് പറയുന്ന ഒരു വാക്കില്ല. അങ്ങനെ സാധനം ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അത് കൂടുതലും വിവാഹമോചിതരുണ്ടാകുന്ന വ്യക്തികളുണ്ടായപ്പോഴാണ്, തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ള വ്യക്തികളുണ്ടായപ്പോഴാണ്. ഈ ഉണ്ടായ ആളുകൾ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളൊരു 2 പേര് തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന ഒരു കോൺട്രാക്ടറിന് അവിടെ പോയിട്ട് രജിസ്റ്റർ കച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്യാം. അത് അവർ തമ്മിൽ. പക്ഷെ 2 പേര് തമ്മിൽ ഇവർ ഈ രജിസ്റ്റർ കച്ചേരിയിൽ പോയി ചെയ്യുന്ന എന്തിനാണ്? സാമൂഹികമായിട്ട് സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാനായിട്ട് പറ്റാതെ വരുമ്പോൾ ഇടനിലയ്ക്ക് പറയാൻ ആള് വേണം. ഇയാളുടെ കുട്ടിയാണ് ഇത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ ഹാജരാക്കാൻ അവരാവശ്യപ്പെടും. അതിനു വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ സ്വത്തൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട്ടിനകത്ത് നമ്മൾ താമസിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഒരു കരാർ എഴുതത്തില്ലേ?
ഈ കരാർ എഴുതുന്നത് പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഴുതേണ്ടി വരും. തെറ്റിക്കത്തില്ല എന്ന് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത്രയും അർത്ഥമേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, തെറ്റിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ തെറ്റിക്കുന്ന ആൾക്കാർ അവിടെയാണ് ഈ മറ്റേ ആളിനെ നമുക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ. ഓക്കെ, അപരിചിതരായ ആൾക്കാർ കല്യാണം കഴിപ്പിക്കുമ്പോഴാണ് ആ പണി. കാരണം ഇവരെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, മറ്റതങ്ങനല്ല, കൂടുതൽ നാൾ ഒന്നിച്ച് ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാം ഈ ആളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അയാൾ പറഞ്ഞ വാക്കിന് വില വരും. മറ്റേത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് 20 വർഷം താങ്കളുടെ കൂടെ ജയശ്രീ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ആൾ ഉപേക്ഷിച്ചു? ഉപേക്ഷിച്ചെന്ന് ഇയാളല്ലേ പറയുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ല. ജയശ്രീ എൻ്റെ കൂടെ ഇപ്പോഴും നടക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് ലിവിംഗ് 20 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, അത് വേറെ കാര്യമാണ് പറഞ്ഞത്. അതൊക്കെ അത് ഞാൻ ഈ പറയുകയോ എഴുതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വല്പം കിഡ്നി തലയിലൊക്കെ വേണം. അമ്മമാർക്ക് അങ്ങനത്തെ കിഡ്നി ഇല്ലാത്ത ആൾക്കാർ ഇതൊക്കെ കേൾക്കും. ആ സാധനങ്ങളാണ്. ഞാൻ കുടുംബം എന്ന് പറയുന്നത് കുഞ്ഞിനെ വളർത്തുന്നതാണ്. ആ വളർത്തിക്കഴിഞ്ഞാൽ അത്തരത്തിൽ കുടുംബം ആവശ്യമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുടുംബം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ള ഇണയെ കളഞ്ഞു എന്നാണ് ഈ മണ്ടക്കണയപ്പന്മാർ അന്ന് കേട്ടപ്പന്മാർക്ക് മനസ്സിലായത്. അതുകൊണ്ട് പറയുന്നത്. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് അവരുടെ മാത്രം പ്രശ്നമാണ്. ഞാനും ജയശ്രീയും തമ്മിൽ കുടുംബം നടത്തുന്നില്ല എന്നാണ്. ഞങ്ങൾ ഇണകളല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇണകളായിട്ട് തുടരുന്നുണ്ട് നമ്മൾ. അത് നമ്മുടെ ഇഷ്ടം കൊണ്ട് തുടരുന്നതുകൊണ്ടാണ്, ആരെങ്കിലും നിർബന്ധിച്ചിട്ടുമല്ല. അപ്പോൾ കുട്ടി 20-ാമത്തെ വയസ്സിൽ, ഇന്ത്യയിലെ 18-ാമത്തെ വയസ്സിൽ പൗരമായിട്ട് മാറും. അവർക്ക് അന്ന് ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്, നിന്റെ ഇഷ്ടത്തിൽ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അത് നല്ലൊരു കാര്യം. ദരിദ്രം പിടിച്ച രാജ്യത്തായത് കാരണം കൊണ്ടാണ് പിന്നെ 2 കൊല്ലം കൂടെ ഞാൻ നോക്കിയത്. അപ്പോൾ തന്നെത്താൻ ജീവിക്കാനായിട്ട്, വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുള്ളതായിട്ട് അവൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ആ കുടുംബത്തിൻ്റെ നീഡില്ല. പിന്നെ ആ നീഡില്ലാത്തതുകൊണ്ട് ആ കുട്ടിയുടെ മണ്ടയിൽ പിന്നെ അനാവശ്യമായ ആധിപത്യത്തോടെ പെരുമാറാതിരിക്കാൻ വേണ്ടിയാണ് കുടുംബം പിരിച്ചു വിട്ടു എന്ന് ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അത് കാരണം കൊണ്ട് കനി എന്നെ കാണുമ്പോൾ ഫോൺ വിളിക്കാതിരിക്കുക, എന്നെ കാണുമ്പോൾ ചിരിക്കാതിരിക്കുക, എന്നെ കാണുമ്പോൾ മിണ്ടാതിരിക്കുക ഒന്നും അല്ല ചെയ്യുന്നേ. ഞങ്ങൾ 3 പേരും സ്വതന്ത്രമായ വ്യക്തികളായി ഇഷ്ടത്തോടെ കഴിയുന്നവരാണ്. ഈ ഒരു കൺസെപ്റ്റ് ഞാൻ പറയുന്നത് പുറം രാജ്യങ്ങളിൽ 16 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കുകയാണ്. അത് കൺസെപ്റ്റ് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മളൊരു പഴഞ്ചൻ രാജ്യമായത് കാരണം കൊണ്ട് ഇവിടെ ഇപ്പോഴും ഈ കീഴ്മേല് രാജാവ് ഭരിക്കുന്ന പോലെ ഭരിച്ചോണ്ടിരിക്കുന്നു. ഭരണത്തിലല്ലയോ ഇപ്പോഴും ഇവിടുത്തെ പിണറായിയൊക്കെ ഭരിക്കുകയല്ലേ. ഭരണം ജനാധിപത്യത്തിലില്ല. സേവനവും ക്രമീകരണമേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ പറ്റി അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ടാണ് മോദിയൊക്കെ കയറി അങ്ങ് ഭരിക്കുകയല്ലയോ. ഭരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് രാജാവിനെ പോലാണ് ഈ കഴിഞ്ഞോണ്ടിരിക്കുന്നത്. രാജാവിനെ മാറ്റിയത് എന്തിനാണ്? രാജാവിനെ മാറ്റിയ കാര്യം ഈ പറയുന്ന പിണറായി അറിഞ്ഞിട്ടില്ല, മോദി അറിഞ്ഞിട്ടില്ല. നമ്മുടെ വോട്ട് മേടിച്ചിട്ടുള്ളവരല്ലേ. നമ്മളെ പേടിക്കണം അവർക്ക്. പിന്നെ തന്നെ മുൻവശത്തും പുറവശത്തും പോലീസുമായിട്ട് നടക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി കാരണം ഇത്രയാണ്. അവർക്ക് ജനാധിപത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത 2 കോന്തന്മാരാണ് ഈ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ. അതുകൊണ്ട് അതൊന്നും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനൊക്കത്തില്ല. ഞാൻ പറയുമ്പോൾ അങ്ങനെയാണ്, ഞാനൊരു ഇണയെ കണ്ടുപിടിക്കുന്നു, ഞാൻ അവരായിട്ട് 2, 3, 4 കുറച്ച് വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, അതിൽ സെക്സും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെയേ ഉള്ളൂ, അല്ലാതെ ഒരു ലിവിങ് ടുഗദർ ഇല്ല. അങ്ങനെയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നാണ് ഇതെനിക്ക് ശരിയാവില്ല, എനിക്ക് മടുത്തു, ഞാൻ അവർ ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോൾ. അയാൾ ഡ്രോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്, അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അല്ലാതെ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്ന വാക്കാണ് താൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. താൻ ഈ കാറ് മേടിച്ചിട്ട് കളഞ്ഞു പോകുന്ന പോലെയുള്ള യുക്തിയാണ്. കാരണം അപ്പുറത്തെ ഒരു വ്യക്തിയാണ് ഇരിക്കുന്നതെന്ന് ഇപ്പോഴും ഇയാൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. 2 പേര് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു കരാറാണ്. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടാണ്. പിന്നെ അതിനെയാണ് മ്യൂച്വൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. പരസ്പരം അറിഞ്ഞ് ചെയ്യുന്ന മോചനമുണ്ട്. അതേസമയത്ത് കോടതി ഇടപെട്ടിട്ട് വിമോചിപ്പിക്കും. ഇവർ 2 പേരുടെ തമ്മിൽ കൊല്ലും എന്നറിയുന്നതാണ് അവർ മാറ്റുന്നത്. അത് കോടതി നമ്മൾ രജിസ്റ്റർ മാരേജ് എന്ന രീതിയിൽ, മാരേജ് എന്നൊരു കൺസെപ്റ്റില് ലിവിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് വേണ്ട, ഞാൻ അവരോട് സംസാരിച്ചു, ആള് തയ്യാറല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരങ്ങനെ തയ്യാറാകാതെ ഇരിക്കുന്നില്ല. അതിന് തനിക്ക് തിരഞ്ഞെടുക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നമ്മൾ 2 പേരും തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് പരസ്പരം യോജിച്ചു പോകുന്നവരെ, തുടരുന്നവരെ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണത്. അതങ്ങനെ തുടരാതെ ഇയാൾ കല്യാണത്തിന്റെ യുക്തിക്കകത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നത്. വല്ലവരും കല്യാണം കഴിപ്പിച്ച് തന്നവര് തമ്മിൽ പിരിയാവോ എന്നുള്ള ചോദ്യമാണ് ഈ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാരും വീട്ടുകാരും കുടുംബവും പോലീസും എല്ലാം കൂടെ 2 പേരെ ചേർക്കാനും പിരിക്കാനും കൗൺസിലിങ്ങും എന്തെല്ലാം ആവശ്യമുണ്ട്.
ഓക്കെ, ഇതൊന്നും ആവശ്യം വരത്തില്ല. രണ്ടുപേര് തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പൗരരാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അങ്ങനത്തെ കരാറുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിനകത്തുണ്ടാകുന്ന രണ്ടുപേര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകും, പിരിയുമ്പോഴും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും. ആ സംഘർഷങ്ങൾ ഒഴിവായി പോകുന്നുള്ളത് തെറ്റിദ്ധാരണയൊന്നും വേണ്ട, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട വിധത്തിലായിരിക്കും ചെയ്യുന്നത്. ജയശ്രീ എനിക്കെതിരെ നാട്ടിലെ എവിടെങ്കിലും എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ഇതും എഴുതിയിട്ടില്ലേ, ഒരു ആത്മകഥ, അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു ഭീകരനാണ്, വെടിവെച്ച് കൊല്ലണമെന്നൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഈ ജയശ്രീ തന്നെ പറയുന്നു 2 വർഷത്തോളം ഞാൻ ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് വരാൻ. അത് അവർ അനുഭവിക്കും. അതുകൊണ്ട് എന്താ കുഴപ്പം? ഹാർട്ട് ബ്രേക്ക് വന്ന് ഒരാളെ പിരിയുന്ന സമയത്ത് ദുഃഖം പറ്റിണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ചാകുന്ന സമയത്ത് ദുഃഖിക്കത്തില്ല എന്നാന്ന് പറഞ്ഞേ. അച്ഛൻ ദുഃഖിക്കും. അച്ഛൻ മരിച്ചു പോകുന്നത് മര്യാദകളാണെന്ന് എനിക്ക് പറഞ്ഞാൽ മതിയോ? എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മിസ്കൺസെപ്ഷൻ ആണ്, അല്ലെങ്കിൽ വേറെ രീതിയിലാണ് എടുക്കുന്നത്. ജീവിതകാലം മുഴുവനും രണ്ടുപേര് തമ്മിൽ ജീവിക്കേണ്ടതാണെന്ന് പഴയ മണ്ടക്കിണയപ്പന്മാർ പറഞ്ഞത് ഇയാൾ എടുക്കുന്നതുകൊണ്ടാണ് എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് തമ്മിൽ ഇഷ്ടമുള്ളപ്പം അവര് തമ്മിൽ ചേർന്ന് ജീവിക്കുന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് പകരം അവർക്ക് തമ്മിൽ ഇഷ്ടമില്ലാത്തപ്പോ പിരിയാൻ അവകാശമുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ച എന്റെ പോയിന്റ് അതല്ല. അങ്ങനെ പിരിഞ്ഞോട്ടെ. അങ്ങനെ ഒരു 4-5 പേരായിട്ട് ലിവ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒന്നും സംഭവിക്കത്തില്ല. ഇയാളെ ഇതുപോലെ തന്നെ ജീവിച്ച് ചത്തു പോകും, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, അതെന്ത് വേറെ എന്ത് സംഭവിക്കാനാ? ഇയാൾ എന്ത് സംഭവിക്കുന്ന ഞാൻ പറയട്ടെ. അപ്പൊ അവിടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് പറയുകയാണെങ്കിൽ 4 കൂടുതൽ ആൾക്കാരായിട്ട് നമ്മളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെട്ട് എല്ലാരും കൂടെ ഒന്നിച്ചാണോ ഇയാൾ ചെയ്യാൻ പോകുന്നത്? അല്ല, എല്ലാരും കൂടി അല്ല. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4ാമത്തെ കഴിഞ്ഞ് എന്താണ് വാല്യൂ? ഇയാളൊരു 50 തവണ ചോറ് ഉണ്ട് ചത്തുപോയി കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടത് മുഴുവനും പോയതെന്നുള്ള അർത്ഥത്തിലല്ലേ ഇരിക്കുന്നത്? അല്ല, നമുക്ക് എപ്പോഴും മടുപ്പ് വരില്ലോ. അത് തന്നെയാണ് ലളിതം എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നത് 4 ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും അടുത്ത തവണ ഭക്ഷണം കഴിക്കുന്നതിനാ ജീവിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് എന്താണ്? ഒരു തവണ തിന്നതല്ലേ, പിന്നെ എന്തിനാണ് പിറ്റേ ദിവസം തിന്നുന്നേ? അല്ല, എന്നാലും നമ്മൾ മാറ്റം കൊണ്ടുവരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ഇയാൾ ഉത്തരം പറയാം. ഒരെണ്ണം ഒന്നുമായിട്ട് ചേർന്ന് പോകത്തില്ലെന്ന്, അത് പോരാതെ വരുന്ന ലോകങ്ങളിലുള്ള ജീവിതമേ ഇവിടെ ഉള്ളു. ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് ഇയാൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അതിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചു പണിയേണ്ടി വരും. ഇതുപോലെ ചെയ്യുന്ന ജീവിതമാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും അറിയാതെ ആളുകൾ ജീവിതകാലം മുഴുവൻ 2 പേര് ജീവിക്കണമെന്ന് നിർബന്ധമായിട്ട് വേറെ ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടാക്കിയ ഗതികേടിനകത്താണ് ഇപ്പോൾ പരസ്പരം പീഡിപ്പിച്ച് ഈ വീടുകളിൽ മുഴുവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിവൻറ്റുകറിനകത്ത് ആരെങ്കിലും ഒരാൾ കുട്ടിയെ വളർത്താൻ അത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരംഭിക്കത്തില്ല എന്ന് ഇയാൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. താനിപ്പോഴും ഒരു പുരുഷനാണ്, മറ്റുള്ളവരെ ഭരിക്കാൻ നടക്കുന്ന ഒരാളാണ്, പെണ്ണുങ്ങളെ പൊറുപ്പിക്കാൻ നടക്കുന്ന ആളായതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പുരുഷന്മാര് കുട്ടികളെ നോക്കാത്തവന്മാരെ എങ്ങനെ നോക്കിപ്പിക്കണമെന്ന് കണ്ടുപിടിച്ചതാണ് വിവാഹം. അതുകൊണ്ടാണ് പിരിഞ്ഞതിന് ശേഷവും അവര് കാശ് കൊടുക്കേണ്ടി വരുന്നത്. മറ്റേ 2 പേര് തമ്മിൽ ചേർന്ന് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരാൾക്ക് ചെലവിന് കൊടുക്കാൻ മറ്റേ ആൾ കാശ് കൊടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? കാരണം സ്ത്രീകൾക്ക് തന്നെത്താൻ പൗരബോധം ഉണ്ടായി ജീവിക്കാൻ പറ്റാത്ത സമൂഹത്തിന്റെ ഉത്തരങ്ങളാണ് അതൊക്കെ. അത് പണ്ടല്ല, ഇപ്പൊ താൻ കല്യാണം കഴിക്കുന്ന ആളാന്ന് എനിക്കറിയാം. താൻ കല്യാണം കഴിക്കുകയും ഈ പെണ്ണ് കാണുകയും ചെയ്യുന്ന പോകാൻ പോകുന്നവരുതനാണെന്ന് കാണാൻ പറ്റും. ചോദ്യം അങ്ങനെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് ഒരിക്കലല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ എന്നെ ഇണയെ തേടി. ഞാൻ പറയുന്നത് ഇണകളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാണ്. അത് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പിരിയുന്നതാണ് ശരി. അതിനകത്ത് ഏത് കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്വം ഇവര് തമ്മിലുള്ള പിരിച്ചിലിനകത്തുള്ളതല്ല, അത് കുട്ടിയും അവരും തമ്മിലുള്ളതാണ്. ആ കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുന്നതിന് ഒരുപാടും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. കുട്ടിയെ ഒരാൾ നോക്കുക എന്നല്ല, 2 പേര് അല്ല നോക്കുന്നതെന്നും. ഇതുവരെ ഒരു ഭർത്താവും കൊച്ചിനെ നോക്കിയിട്ട് ഞാൻ ചോദിക്കുന്നത് അവിടെ ഗൾഫിൽ പോയി കിടന്നിട്ട് കാശ് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അനാഥമാകുന്ന ആ കുട്ടിയുടെ ബാല്യം, അല്ലെങ്കിൽ അവരുടെ പേരൻസ് എന്ന് പറയുന്നത് അഡൽട്ടായ ആരും ആകാം. കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടിയെ നോക്കാൻ ഒരാളുണ്ടാകണമെന്നേ ഉള്ളൂ. അത് അമ്മ പോലും ആകണമെന്നില്ല. അഡൽട്ടായ ഒരാൾ പരിചരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു വളരും. ലിവിനിൽ ഇരിക്കുന്ന ഒരു അടിച്ചു പിരിഞ്ഞു, കുട്ടി ഉണ്ടായി, ആ കുട്ടീനെ എന്ത് ചെയ്യണം? അവര് ആരാണോ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന അവര് നോക്കും. രണ്ടുപേരും ഇപ്പൊ ഇവിടെ വിവാഹവേദന നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ യുക്തി അതിനകത്തുള്ളൂ. പക്ഷെ അതിൽ 2 പേർക്ക് എടുക്കാൻ താല്പര്യമില്ല. എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുക്കും. അങ്ങനെയാണ് ഓർഫനേജുകൾ ലോകത്തുള്ളത്. ഇവിടെ ഇപ്പൊ ഈ കല്യാണം കഴിച്ചവർ കൊടുത്തതാണല്ലോ ഇവിടുത്തെ ഓർഫനേജ് മുഴുവനും. ഈ അമ്മത്തൊട്ടിലൊക്കെ ഉണ്ടാക്കി എന്തിനാണ്? ഇതൊന്നും വ്യത്യാസമില്ലല്ലോ. ഈ പറയുന്ന ലിവിങ് ടുഗദർ ആകുന്നത് വഴി കൊച്ചിനെ ഉണ്ടാക്കി വഴി കളയുന്ന എത്ര ലിവിങ് ടുഗദറുകാരനെ ഇയാൾ കണ്ടിട്ടുണ്ട്?
ഇവിടെ ഇപ്പൊ കാണുന്ന വിവാഹം കഴിച്ചവർ കൊച്ചുങ്ങളെ കഴിഞ്ഞവരെ ഞെക്കി കൊന്നതും വെടിവെച്ച് കൊല്ലുന്നതിന് അതിനെ വായിനകത്ത് നെല്ലിട്ട് കൊല്ലുന്നതും ഒക്കെ ആയ കുടുംബങ്ങളായിരുന്നു ഈ കുടുംബങ്ങൾ മുഴുവനും. പെൺകുട്ടികളെ മുഴുവൻ കൊല്ലുന്ന കുടുംബങ്ങളല്ലായിരുന്നു ഇതല്ല. ശരിയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അതൊക്കെ പറയുന്നത്? അതുകൊണ്ട് അങ്ങനത്തെ കുടുംബത്തിനകത്തൊന്നും കൊച്ചുങ്ങളെ നോക്കിയിട്ടൊന്നും ഇല്ല. ഈ നിൽക്കുന്ന കുടുംബങ്ങളിനകത്ത് കുട്ടികളെ നോക്കുന്നില്ല. അതിനെ ശ്വാസം മുട്ടിച്ച് ബോൺസായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ലിവിൻ ടുഗദറുകാർ കൊച്ചുങ്ങളെ വഴിനീളെ ഇട്ടതിന്റെ എണ്ണം കാരണം കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാന്ന് ഇയാൾ കണ്ടുപിടിക്കുന്ന ദിവസം ചോദിക്കേണ്ട ചോദ്യം അത്. ഇതൊക്കെ ഇല്ലാത്ത ചോദ്യങ്ങളാണ്, പക്ഷെ നമ്മളിങ്ങനെ ലോകത്തിനകത്തുള്ളതല്ല. ഇതിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്ന ടോപ്പിക്കാണ്. ഇപ്പൊ പറഞ്ഞ കോൺട്രവേഴ്സി എങ്ങനെയാ ഉണ്ടാകുന്നത്? രണ്ട് വാല്യൂ സിസ്റ്റം നിൽക്കുന്നതുകൊണ്ടാ, അല്ലാതെ വേറെ കോൺട്രവേഴ്സി ഒന്നും ഇല്ലല്ലോ. ഒരു പുരുഷൻ അവനൊരു പെണ്ണിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന യുക്തിക്കകത്തുണ്ടാക്കിയിരിക്കുന്ന ആണ് പഴയ വിവാഹം. അതുകൊണ്ടാണ് പെണ്ണ് കാണുകയും പശുവിനെ കൊണ്ടുവരുന്ന പോലെ. ഇയാൾ പോയിട്ട് എന്തുവാണ് ഈ കാണുന്നത്? പെണ്ണ് കാണുമ്പോൾ എന്തുവാണ് ഈ കാണുന്നത്? ഭംഗിയുണ്ടോ? അത് തന്നെ. അതാണ് പാലുണ്ടോ മോലയുണ്ടോ വാലുണ്ടോ എന്ന് നോക്കുന്ന പണിയാണത്. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അല്ലാതെ ആ പേഴ്സണെ കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ ഈ പെണ്ണ്? അപ്പൊ മനസ്സിലായില്ലേ, വസ്തുവൽക്കരിച്ച പെണ്ണുങ്ങളെയാണ് ഈ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അതുങ്ങൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ അറിവില്ല, കഴിവില്ലാത്തവരാക്കി വളർത്തി നിർത്തിയിരിക്കുന്ന വസ്തുക്കളെയാണ് ഇയാൾ കൊണ്ടുവരുന്നത്. വസ്തു. അതുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് സാധനം എന്നല്ലേ പെണ്ണുങ്ങളെ വിളിക്കുന്നേ പുരുഷന്മാര്. ചരക്ക് വരുന്നല്ലേ പറയാറുള്ളത്. ഈ ഇരിക്കുന്ന സമൂഹത്തിനകത്തിരുന്നിട്ടല്ലയോ ഇയാൾ ഈ മൂല്യബോധത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ ചരക്കാക്കി മാറ്റിയിരിക്കുന്ന സാധനമെന്ന് വിളിക്കുന്ന പുരുഷ സമൂഹത്തിനകത്തുണ്ടായിരിക്കുന്ന മര്യാദകേടിന് മറുപടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അവരെ അങ്ങനെ അല്ലാതെ പരസ്പര സമ്മതത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ആ ഒന്നിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ജയശ്രീക്ക് ഇപ്പോഴും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അതുകൊണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടരേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ വളർത്തുമ്പോഴാണ്. ആ സമയത്ത് 20 വർഷവും ജയശ്രീ 2 വർഷം MDക്ക് പഠിക്കാൻ പോയപ്പോൾ ജയശ്രീ പോയ ആ 2 വർഷം ഒഴിച്ച് ബാക്കി 18 വർഷവും ഞങ്ങൾ ഒന്നിച്ച് കൃത്യമായി കുഞ്ഞിനെ വളർത്തിയ ആൾക്കാരാണ്. അങ്ങനെ വളർത്തി സ്വന്തമായ കാലിൽ നിലനിൽക്കാൻ കഴിവുള്ള കുട്ടി ഉണ്ടായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനത്തെ ഒരു പ്രവൃത്തി ഇനി തുടരുന്നില്ല എന്ന് മാത്രമാണ് ഈ കുടുംബം തീർന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ഞങ്ങൾ രണ്ടറ്റത്താണ്. അതെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. മൈത്രേനെ മറ്റേ കുട്ടിയെ വളർത്തുന്ന പണി ഞാൻ ചോദിക്കുന്നത്, മൈത്രേൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേറൊരു സ്ത്രീയോട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു മോഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം തോന്നി നിങ്ങൾ തമ്മിൽ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് തെറ്റോ ശരിയോ? തെറ്റുമല്ല, ശരിയുമല്ല. ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പരസ്പരം സമ്മതമുള്ളവർ തമ്മിൽ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് തെറ്റും ശരി ഉണ്ടാകുന്നത്. അല്ലാതെ വിശ്വാസവഞ്ചനല്ല. എന്ത് വിശ്വാസം? അതൊക്കെ ഇയാള് പഴയ ബോധത്തിലാണ് ഈ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നൊന്നുമല്ല, പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യാതിരിക്കുമ്പോഴാണ്. അതിനകത്ത് ഈ കരാറ് ഞങ്ങൾക്കില്ല. ഇയാളുടെ കൊച്ചിനെ തന്നെ അവള് പ്രസവിക്കണം എന്ന് തീരുമാനിച്ച പഴയകാല ബോധം കൊണ്ടാണ് അത് വിശ്വാസവഞ്ചനയും എന്താണ് പരസ്ത്രീ ഗമനം പാടില്ല എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന തരത്തിലുള്ള യുക്തികളൊക്കെ വരുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റേ ആളുമായിട്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കി വളർത്തുമ്പം എൻ്റെ റിസോഴ്സസ്, എൻ്റെ സമയം, എൻ്റെ അറ്റൻഷൻ ജയശ്രീക്ക് കൊടുക്കാതാക്കുമ്പോഴാണ് ശരിയല്ലെന്ന് പറയുന്നത്. അല്ലാതില്ല. അല്ലാതെ ഇയാൾക്ക് 4 കൂട്ടുകാരുണ്ടായി അവരുടെ കൂടെ പോയി കള്ളു കുടിച്ചു എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യം മാത്രമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കൂടുതൽ സംഭവിക്കുന്നത്? പണ്ടങ്ങനല്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കൊച്ചുണ്ടാകും. അപ്പൊ ആ കൊച്ചിനെ വളർത്താനായിട്ട് കോണ്ടം കണ്ടുപിടിച്ചിരിക്കുന്ന നമ്മൾ എന്തിനാണ്? കുട്ടി ഉണ്ടാകാതെ നോക്കാനാണ്. അത്ര ലളിതമാണ്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഇത്രയും ലളിതമായിട്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പൊ മനുഷ്യനും മൃഗം തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. മൃഗമാണ് നമ്മൾ രണ്ടുപേരും. ഇയാള് മനുഷ്യനാണെന്ന് വിചാരിക്കുന്നതാണ് ആദ്യത്തെ തെറ്റ്. മൃഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വ്യത്യസ്തമായ മൃഗങ്ങളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം ഇല്ലെന്നൊന്നും. എല്ലാ മൃഗങ്ങളും വ്യത്യസ്തരാണ്. മൈത്രേൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് പല ആൾക്കാരായിട്ട് ബന്ധത്തിൽ ഉണ്ടാക്കാം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇയാൾ പലതരത്തിലുള്ള കറി കൂട്ടി തന്നെയാണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാണ് ഒറ്റ ചോറ് തന്നെ തിന്നാ മതി? എന്താ ചെയ്യാത്ത? മടുപ്പ് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ മടുപ്പ് വരുന്നതുകൊണ്ട് മാത്രമല്ല, ശരീരത്തിന് ആരോഗ്യത്തിനും ആവശ്യമാണ്. ഇയാൾക്ക് പലതരത്തിലെ സുഹൃത്തുക്കളുണ്ടാകാം, പലതരത്തിലെ ബന്ധങ്ങളുണ്ടാകാം. ഇതൊന്നും നമ്മൾ തമ്മിലുണ്ടാക്കിയ കരാറിന് തടസ്സമായി വരാത്തിടത്തോളം കാലം ഒരു കുഴപ്പമില്ല. ഈ കരാർ എന്ന് പറയുന്നത് എന്താണ്?
കുട്ടിയെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു കുട്ടിയെ വളർത്തുമ്പോൾ ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിനകത്ത് നമ്മൾ ശരിയായിട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ക്രൈറ്റീരിയ. ഓക്കെ, അല്ലാതെ ഞാൻ വേറൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാകത്തില്ല. അതുകൊണ്ടാണോ ജയശ്രീയോട് പറഞ്ഞത് തനിക്ക് വേണമെങ്കിൽ വേറെ ചോയ്സ് കിട്ടുകയാണെങ്കിൽ വേറെ ആൾക്കാരുമായി അവർക്ക് ബന്ധം ഉണ്ടാക്കാൻ അവകാശമുണ്ട്. അവകാശമുണ്ട്. നമ്മൾ 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ലൈസൻസ് ഗവൺമെന്റ് ആണ് തരുന്നത്. ഓക്കെ, കല്യാണം കഴിക്കാനല്ലേ എപ്പോഴല്ലേ തരുന്നേ? ഇയാൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് ലൈസൻസ് തരുന്നത്. നമുക്ക് പറയേണ്ടത് എന്താണ്? എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റാതെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് തെറ്റാകുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന ഒരു അഗ്രിമെന്റിൽ എന്ന് പറയുന്നത്, ആ അഗ്രിമെന്റിൽ പറയാണ് നിങ്ങൾ വേറൊരു പുരുഷനോ അല്ലെങ്കിൽ വേറെ സ്ത്രീയായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ശരിയാ ഇയാൾ പറയുന്നത്. അതാണ് എന്റെ ചോദ്യം. ആ ചോദ്യം നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ക്ലോസ് അങ്ങനെ ഒരു ക്ലോസ് നമ്മൾ വെച്ചിട്ടില്ല. നമുക്ക് വ്യത്യസ്ത മനുഷ്യർ തമ്മിൽ പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുമെന്ന് അറിയുന്നവരാ. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി സിനിമ കാണാൻ പോയത് അപകടകരമായ കാര്യമായിട്ട് വിചാരിക്കുന്നില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അപകടകരമാണെന്ന് വിചാരിക്കുന്നില്ല. ഒരു കുട്ടിയെ ഉണ്ടാക്കി അതിനെ നോക്കാതിരിക്കുന്നതാണ് തെറ്റായി. പക്ഷെ അതൊരു ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഒരു ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഗർഭിണിയാവുന്നു, 8, 9, 10. ഈ ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ പ്രേമം എന്ന് പറയുന്നത് സെക്സ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഇയാളുടെ ഈ ചോദ്യം തന്നെയാണ് അസംബന്ധം എന്ന് പറയുന്നത്. പ്രേമം എന്ന് പറഞ്ഞ സെക്സ് ആയി മാറിയിരിക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള മുന്നോടിയാണ് പ്രേമം. അല്ലാതെ പ്രേമം വേറെയും ലൈംഗിക ബന്ധം വേറെയല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ അങ്ങനൊന്നും ഇല്ല. ഇയാൾക്ക് ആ വിഷയം അറിഞ്ഞുകൂടാതെ വീണ്ടും പറയുന്നത് ഇല്ല. ഇപ്പൊ ഒരാള് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒന്നറിയാതെ നേരെ പോകുന്ന, ഒന്നും അറിയാതെ പോകുന്നവരുടെ വിവരക്കേടിനെ പറ്റി അയാൾ പറയേണ്ടത്. അതാ ചോദിക്കേണ്ടത്. ഒന്നും അറിയാത്തവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടിയെ ഉണ്ടാകാതിരിക്കേണ്ടത് നോക്കണമെന്ന് പറയുന്നത് ലൈംഗികമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് സ്കൂളിൽ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ അടച്ചിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനല്ല അത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുട്ടികളെ ജീവിതത്തിനെ പറ്റി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായി കിട്ടുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. അതില്ലാതിരിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ കുട്ടി 7 വയസ്സുള്ള കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയാകുന്ന പ്രശ്നമല്ലത്. ഉത്തരവാദിത്തരഹിതമായ രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി അയാൾ പറയുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഉത്തരവാദിത്തം ഉള്ളവർ അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഉത്തരവാദിത്തം ഇല്ലാതിരിക്കുന്നവരെയാണ് നമ്മൾ പറയേണ്ടത്. ഉത്തരവാദിത്തം ഇല്ലാത്തവരുടെ പ്രശ്നമാണത്. പക്ഷെ അതെങ്ങനെ നമുക്ക് അതിനെയാണ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഇയാൾ വണ്ടി ഓടിക്കാൻ എങ്ങനെ പഠിപ്പിക്കുന്നത്? നമുക്ക് ആദ്യത്തെ ദിവസം വണ്ടി അങ്ങ് ഓടിക്കാൻ ഇയാൾ രണ്ടുപേര് തമ്മിൽ ഒരു ബന്ധമില്ലാത്തവരെ കല്യാണം കഴിപ്പിച്ചിട്ട് അന്ന് രാത്രി ബലാത്സംഗം ചെയ്യാനായിട്ടല്ലേ പറയാറുള്ളത്? അതാണോ ശരി? എനിക്കറിയില്ല. ഇയാൾക്ക് അറിഞ്ഞൂടാന്നല്ല, ഇയാൾക്ക് അത് അറിഞ്ഞൂടാതെ ചോദിക്കാൻ പറ്റരുത്. അല്ല, ചോദിക്കാൻ അപ്പൊ കൃത്യമായിട്ട് അറിയണ്ടല്ലോ. രാത്രി ആദ്യത്തെ രാത്രിയിലെ ബെഡ്ഷീറ്റിൽ രക്തം കാണണമെന്നുള്ള സമൂഹങ്ങളായിരുന്നു ഇതല്ല. പണ്ടല്ല, ഇപ്പൊ പോലും കന്യകാത്വം എന്തിനാണ്? പക്ഷെ ഇപ്പൊ അതിനെന്തിനാണ് വില? പക്ഷെ വെർജിനിറ്റി അങ്ങനെ വെർജിനിറ്റി എന്തിനാണ്? ഇയാൾക്ക് അറിയാവോ വെർജിനിറ്റി എന്തിനാണെന്ന്? വെർജിനിറ്റി എന്ന് പറയുന്നത് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് അത് എന്തിനാണ്? എന്താണ് അതിന് ആവശ്യം? എന്താണെന്നാ എന്റെ ചോദ്യം. പറയാവോ? എനിക്കറിയില്ല, അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പൊ വെർജിനിറ്റി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് എന്റെ സ്വത്ത് എന്റെ കുട്ടിക്ക് കൊടുക്കത്തുള്ളെന്ന് തോന്നുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് സ്ത്രീകൾ വേറെ ആരുമായി ബന്ധം ഉണ്ടാക്കരുതെന്ന് കണ്ടെത്തുന്നത്. ഇതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം വെർജിനിറ്റി ഉണ്ടാകും, പുരുഷന്മാർക്ക് വേണ്ടാതിരിക്കുകയും ചെയ്യുന്നത്. കാരണം പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കൊച്ചുണ്ടായാൽ അവരുടെ കയ്യിലില്ല. ഇതുകൊണ്ടാണത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം. അതുകൊണ്ടാണ് കന്യക എന്ന് പറയുന്നതിന് പുരുഷ ഉണ്ടോ? പുരുഷവാക്കുണ്ടോ? ഇല്ല. അതാണ് അതില്ല. കന്യകൻ കന്യകനില്ല. ശീലാവതി എന്ന് പറയുന്നതിന് ഒരു പുരുഷൻ വാക്കുണ്ടോ? ചാരിത്ര്യവതി എന്നുള്ളതിന് പുരുഷലിംഗമുണ്ടോ? ഇല്ല. ഇതെല്ലാം കാരണം കുട്ടി അമ്മയെ സംബന്ധിച്ചോളം അവരുടെ എല്ലാ കുട്ടി അവരുടെ കുട്ടിയല്ലേ. സംശയിക്കേണ്ട കാര്യം അവർക്കുണ്ടോ? ഇല്ല. എന്റെ കുട്ടിയാണോ ഇതെന്ന് സംശയിക്കേണ്ട ഒരു അമ്മ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ. ഇതുകൊണ്ടാണ് പുരുഷനെ ലൈംഗികമായിട്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റി സ്ത്രീകൾക്ക് പറ്റാതായി പോയത്. അവരുടെ പൈതൃകം ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്, എല്ലാ കുട്ടിയും അമ്മയുടേതാ. അച്ഛൻ അറിഞ്ഞുകൂടാന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള മൂല്യങ്ങൾ വന്നത്. അപ്പോൾ ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് എത്തിയത് പുരുഷന്മാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ബാധ്യത വന്ന സ്ത്രീകളുടെ പ്രശ്നമാണത്. അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഗോത്രത്തിനകത്തിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ആരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ദിവസം ഒരു ഗർഭം ധരിക്കും. ആ കുട്ടി അവരുടെ കുട്ടിയാണ്. അല്ല ഇതിന് ക്ലെയിം ഉള്ള ഒരു പുരുഷനെന്നില്ലായിരുന്നു. പുരുഷന്മാരെ സ്ത്രീകളുടെ കുട്ടിയെ നോക്കാൻ ഏർപ്പെടുത്തിയതാണ് വിവാഹം. അപ്പോഴാണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടായത്. അപ്പോഴാണ് പുരുഷൻ പറയുന്നത് അങ്ങനെ ഞാൻ ഈ കുട്ടിയെ നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയാണെന്ന് എനിക്ക് അഷുറൻസ് തരണം.
അപ്പോഴാണ് ചാരിത്ര്യം പ്രധാനപ്പെട്ടതായി മാറിയത്, കന്യകാത്വം പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ പ്രോസസ്സിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ നോക്കും എന്ന് ഉണ്ടാകുന്ന ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്ന പെണ്ണ് എൻ്റെ ബന്ധുത്വത്തിലുള്ളവരായിരിക്കുമോ? അല്ല. അപ്പോൾ അന്യരെ പ്രണയിക്കാൻ പറ്റുമെന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ, അവരെ സ്നേഹിക്കാൻ പറ്റുമെന്ന്, അവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമെന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ. ഇതറിയുന്ന ആളാണ് ഞാനൊക്കെ. അപ്പോൾ എൻ്റെ പാർട്ട്ണറായിരിക്കുന്ന ജയശ്രീ ആരുമായി ബന്ധം ഉണ്ടാക്കിയൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയാലും ഞാൻ നോക്കും. മനുഷ്യൻ്റെതാണെന്ന് അറിയുന്നുണ്ടാണ്. ഈ അറിവില്ലാത്ത പുരുഷ കോന്തന്മാരുടെ മൂല്യമാണ് ഈ ചീറ്റിംഗ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ. അതൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഉണ്ടായ കുഞ്ഞിനെ ഞാൻ നോക്കും. അത് എൻ്റെ കുഞ്ഞാകുന്നത് കൊണ്ടല്ല, അതെന്റെ ധാർമ്മികത്വം. അത് ഞാൻ നോക്കും. അത് സ്വന്തം നിലയിൽ ജീവിക്കാൻ കഴിയുന്നത് വരെ ഞാൻ നോക്കും എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണറായിരിക്കുന്ന ജയശ്രീ ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഈ നമ്മുടെ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുടെ പ്രശ്നമല്ല. താനെ ഇപ്പൊ പഠിച്ചില്ലേ, ഇനിയിപ്പോ താനത് ആലോചിക്കുക ആദ്യമായിട്ട്. അങ്ങനെയാണ് വിവരം വരുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് വരുന്ന കാര്യമല്ല. കേരളത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നുമല്ല. പഠിച്ചാൽ വണ്ടി, കാറൊക്കെ ഈ കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? കുറച്ചധികം വർഷങ്ങളായി. ഒരു 100 വർഷമായിരുന്നു. ഈ 100 വർഷത്തിന് മുമ്പ് കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരു ലോകത്തുണ്ടായിരുന്നു. പക്ഷെ പകരം കാളവണ്ടി ഓടിക്കുന്ന അത് കാളവണ്ടിക്കാരനാണത്. ഇപ്പൊ കാളവണ്ടിക്കാരനായിട്ടായിരുന്നു എന്നോട് ചോദിച്ചിരിക്കുന്നത്. അത് മാറി കാർ ഓടിക്കാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ പറഞ്ഞു, സ്ത്രീകൾ ശരീരം അല്ലെങ്കിൽ വസ്ത്രധാരണം എന്ന് പറയുന്നത് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. ആകർഷിക്കാനല്ലാതെ വസ്ത്രം ഇടേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ അതൊരു അങ്ങനെ ആകർഷ്ട ആവുമ്പോൾ അവിടെയല്ലേ റേപ്പ് ഉണ്ടാവുന്നത്? അല്ല. നഗ്നരായ എല്ലാ സ്ത്രീകളെയും അങ്ങനെയാണെങ്കിൽ ഗോത്രവർഗത്തിൽ മുഴുവൻ പേരും റേപ്പ് ചെയ്തേനെ. പക്ഷെ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. പശുവിനെ ഇയാൾ ഓടി നടന്ന് റേപ്പ് ചെയ്തേനെ. അങ്ങനെ നടക്കത്തില്ല. അങ്ങനെ നടക്കുന്ന സമൂഹം ഇല്ല. അങ്ങനെ ഒരു സമൂഹം, ഏത് സമൂഹം അങ്ങനെയുള്ളത്? നഗ്നരായ കണ്ടവരെ എല്ലാം റേപ്പ് ചെയ്യുന്ന അങ്ങനൊന്നും ഇല്ല. കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ, കാണിക്കാൻ പാടില്ലാത്ത ഒരു സാധനവും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന സമയത്ത് അതെല്ലാം മറഞ്ഞ് വന്നേനെ. അങ്ങനല്ല, അങ്ങനെ ഇല്ലല്ലോ. അതൊക്കെ ഈ പറഞ്ഞില്ലേ, വിഷയം വലുതാണ്. ഇയാൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം എനിക്ക് പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടുമല്ല. അതിങ്ങനെ ഞാനിപ്പോൾ നേരത്തെ ആദ്യത്തെ ആ കല്യാണത്തിനെ പറ്റി തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ എത്ര നീളത്തിൽ പോയെന്നറിയാവോ? ഇതുപോലെ ഈ വിഷയം പറയേണ്ടി വരും. ആ പറയാനായിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതൊരു സാധാരണ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഞാൻ കൊണ്ടുപോകാവുന്ന കവിഞ്ഞ് ഞാൻ കൊണ്ടുപോയി പല സ്ഥലത്തും. അത്രയും വരെ കൊണ്ടുപോകുന്ന കാര്യം ഈ വിഷയങ്ങൾ മനസ്സിലാകാതെ ഒരിക്കലും ഇതിനൊന്നും ഉത്തരം പറയാനൊക്കത്തില്ല. എന്തോ വലിയ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കും. വളരെ ലളിതമായി മനസ്സിലാക്കാനൊക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഇപ്പോൾ സ്ത്രീകൾ പറയുന്നത് എന്റെ ഇഷ്ടം, എന്റെ കംഫർട്ട് എന്ന് പറഞ്ഞ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് വസ്ത്രധാരണ. സ്ത്രീകൾ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമായിരുന്നു ഇതുവരെ പുരുഷന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പുരുഷന്മാരെ, ഉത്തരവാദിത്തരഹിതമായ പുരുഷന്മാരെ ആണ് ഈ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് കുട്ടി ഉണ്ടാവും, അത് അവരുടെ കുട്ടിയാണ്. പുരുഷന്മാരെയാണ് ഈ കല്യാണം കഴിപ്പിക്കുന്നത്. ആ കുഞ്ഞിനോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ പുരുഷനെ പഠിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഉത്തരവാദിത്തമുള്ള പുരുഷനാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതെ ഈ പുരുഷൻ തന്നെ വേണ്ട ഈ സ്ത്രീനെ സംരക്ഷിക്കാൻ? വേണ്ട, സംരക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല. സംരക്ഷിക്കുന്നിടത്ത് എത്തിയത് സ്ത്രീകൾക്ക് തന്നെത്താൻ ജീവിക്കാൻ കഴിവില്ലാത്തതാക്കി വളർത്തിയത് വഴിയാണ്. അല്ലാതെ ഒരിക്കലും ഇല്ല. ഒരു സ്ത്രീക്ക് സ്വന്തമായി ജീവിക്കാനുള്ള എല്ലാ കഴിവും ഉള്ളതാണ്. അല്ലാതെ പുരുഷന്മാർ നോക്കുന്നത് വഴിയല്ല. പുരുഷന്മാർ സ്ത്രീകളെ പുറത്തിറങ്ങാനും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും തന്നെത്താനും ജീവിക്കാൻ പറ്റാതെ, ഞാൻ നേരത്തെ വാക്ക് ഉപയോഗിച്ചത്, ബോൺസായി പോലെ വളർത്തി ഉണ്ടാക്കിയ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ ലോകത്ത് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നു പുരുഷനേക്കാളും കൂടുതൽ ഭാരം വെക്കത്തില്ല എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ശരി, അപ്പൊ ഞാൻ ഒരു കാര്യത്തിനകത്തും ഒരു വ്യത്യാസം. മൈത്രേയൻ പറഞ്ഞു അവരെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് അനാവശ്യം ഒരുപാട് നിയമ സാധ്യതകൾ അല്ലെങ്കിൽ ഒരു മുഴുവൻ ഉണ്ടാക്കിയത്? ഈ നേരത്തെ പറഞ്ഞില്ലേ, ഇയാൾക്ക് പാസ്പോർട്ട് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിക്കുന്ന അതേ ചോദ്യമാണ്. നിയന്ത്രിതമായി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യരെ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. കുട്ടിക്കാലത്ത് തൊട്ട് നമ്മൾ ഒരാളെ പഠിപ്പിച്ച് ഒരു ജോലിക്കാരനാക്കി മാറ്റാനുള്ളതിനെയാണ് നമ്മൾ ഇന്ന് വിദ്യാഭ്യാസം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അല്ലത് വേണ്ടത്, അത് വേറെ വിഷയമാണ്. പക്ഷെ അങ്ങനെ ആക്കി വരുന്ന സമയത്ത് 22 വർഷം പഠിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ആളെന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആരെങ്കിലും വിളിച്ച് തനിക്കൊരു ട്രെയിനിങ് തന്ന് ഒരു ജോലിക്ക് കൊടുത്താലേ തനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ നിസ്സഹായാവസ്ഥയിൽ എത്തിച്ചതാണ് ഈ വിവാഹം, ഈ ജോലി. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ നിയമ സാധ്യതകൾ അല്ലെങ്കിൽ സ്ത്രീക്കാണ് കൂടുതൽ മുൻതൂക്കം നിയമത്തിന്റെ വശത്തിൽ നോക്കുമ്പോൾ.
അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീക്ക് മുൻതൂക്കമാണെന്നൊക്കെ പറയുന്നത് ഈ കോന്തം പുരുഷന്മാരുടെ ലോകത്ത് പുരുഷന്മാരല്ല. നോക്കുകയാണെങ്കിൽ അത് ഉണ്ടായ സംവരണം പോലെയാണ്. ഈ നാട്ടിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും കൂടെ ബസ്സിനകത്ത് കയറുമ്പോൾ കുട്ടികളുമായി 90% സ്ത്രീകളും ആയിരിക്കും വരുന്നത്. ആ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവിടെ സംവരണം വെക്കേണ്ടി വരും. അല്ലാതെ പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടി അല്ലത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർ അവരാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ ആളുകൾ എണ്ണീറ്റ് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് അത് കൊടുക്കാൻ പറയുന്നത്. അടുത്തത് ജനറൽ സീറ്റാണ് പിന്നുള്ളത്. പുരുഷന്മാരുടെ സീറ്റല്ല പിന്നത്, ജനറൽ സീറ്റാണ്. അവിടെ എല്ലായിടത്തും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഞാൻ പറയുന്ന വിഷയം മനസ്സിലാക്കിയിട്ട് ഇതിന് കുട്ടികളുമായി പുരുഷന്മാർ വരാൻ തുടങ്ങുമ്പോൾ തൊട്ട് ആൾക്കാർ എണ്ണീറ്റ് കൊടുക്കും. ഇതുപോലാണ് ആ സാധനങ്ങൾ വരുന്നത്. സ്ത്രീകളെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തമായി ജീവിക്കാൻ കഴിവില്ലാത്തവരായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. നിയന്ത്രിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ആളുകളായിട്ടാണ്. തനിക്ക് വിദ്യാഭ്യാസം നൽകി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് സ്ത്രീകളെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ സ്ത്രീകളെ കൊണ്ടാണ് താൻ ജീവിക്കാൻ പറ്റാതിരിക്കുക. അല്ലാതെ ഗോത്രത്തിനകത്ത് അവർ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് ഒരു കുഞ്ഞിനെ ഇട്ട് നടന്ന് അവരെല്ലാം അന്ന് പഠിപ്പിക്കേണ്ടത് എന്തുണ്ട്? ആമയെ കുത്താൻ പഠിപ്പിക്കണം, തേനെടുക്കാൻ പഠിക്കണം, മരത്തെ കയറി മാങ്ങ പറിക്കാൻ പഠിക്കണം, തോട്ടിലെ മീനെ പിടിക്കാൻ പഠിക്കണം. ഇതൊക്കെ ഏത് സ്ത്രീക്കും കുഞ്ഞിനെ പഠിപ്പിക്കാം. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നിയമവശത്തിൽ നോക്കുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുരുഷൻ റേപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ, പക്ഷെ വെറുതെ ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എല്ലാ ദിവസവും റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരെ പറ്റിയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ലോകത്ത് എത്ര സ്ത്രീകൾ റേപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ച് ചെയ്തതിന്റെ എണ്ണമാണോ, ഒരു ദിവസം നടക്കുന്ന റേപ്പിനെ പറ്റിയാണോ ഇയാൾ ചർച്ച ചെയ്യുന്നത്? അവിടെയാണ് താൻ പുരുഷനാണെന്ന് ഞാൻ പറഞ്ഞത്. തന്നെ ആകപ്പാടെ 1000 റേപ്പ് കേസുള്ളതിനകത്ത് ഒരെണ്ണം കള്ളം പറഞ്ഞു എന്നുള്ളതിനെ പറ്റിയാണ് താൻ വിഷമിച്ചോണ്ടിരിക്കുന്നത്. ബാക്കി 999 കൺസേണേ ഇല്ല. അങ്ങനെയല്ല, അങ്ങനെ അതാണ് പുരുഷൻ. താൻ പുരുഷനാണെന്ന് ഞാൻ വിളിക്കുന്നതിന് കാരണം അതുകൊണ്ട് ഇതിനകത്ത് ഈ നിയമം വയലേറ്റ് ചെയ്യുന്നതിനെ പറ്റി മാത്രമേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ നിയമം ഉണ്ടായത്. ഞാൻ പറയുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ADM നവീന്റെ ആത്മഹത്യ. കഷ്ടമാണ് ഈ പറയുന്ന സാധനം. സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ ദിവസവും ഇവിടുത്തെ ജയരാജന്മാരും പിണറായിമാരും VD സതീശന്മാരും ദിവസവും ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും. പക്ഷെ അതിലാരും ചർച്ച ചെയ്യാത്ത എന്താ? പെണ്ണല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ദിവ്യ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഈ ചർച്ച നിൽക്കുന്നത്. ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്ന പുരുഷന്മാര് ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഈ സിറ്റുവേഷനൊക്കെ ഇയാൾ കൃത്യം പുരുഷനാണ്. ഇയാൾ പെണ്ണ് കാണുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ എനിക്ക് സംശയമില്ലാതെ പറയാനൊക്കുന്നത്. കാരണം താൻ ഈ കാണാതെ കല്യാണം കഴിഞ്ഞു 6 മാസം ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞങ്ങൾ പോകും. അതെ ഞാൻ പറഞ്ഞ അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അറിയാം എനിക്കത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇതൊക്കെ ഈ നമ്മൾ ഈ പറയുന്ന കീഴടങ്ങിയ പശുക്കളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കോഴികളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ആണത്. കീഴടങ്ങിയ ജീവികൾ നമ്മളോടൊപ്പം നടക്കുന്ന പട്ടി പുറകെ നടക്കുന്ന കണ്ടിട്ട് അത് ഭയങ്കര നമ്മളോട് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്തത്. അങ്ങനൊന്നും അല്ല. അതിന് വേറൊരു സാധ്യതയും ഇല്ലാത്ത കാട്ടിലെ കുറുക്കനാകാനോ അല്ലെങ്കിൽ കാട്ടിലെ ചെന്നായാകാനോ കഴിയാതാക്കി കളഞ്ഞ ആയിരക്കണക്കിന് വർഷം കൊണ്ട് നമ്മളുണ്ടാക്കിയ പട്ടികളാണ് ഇന്ന് ലോകത്തുള്ളത്. ഇതുപോലെ ആയിരക്കണക്കിന് വർഷം കൊണ്ടുണ്ടാക്കിയ പെണ്ണുങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആ പെണ്ണുങ്ങളെ പറ്റിയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു പെണ്ണ് നട്ടല് നിവർത്തി നിന്നാൽ ഉടനെ തന്നെ ചീത്ത പറയുന്നിടത്ത് എത്തുന്നത് അതുകൊണ്ടാണ്. കാരണം കീഴടങ്ങിയ അനുസരണയില്ലാത്തവരായിട്ട് അവർ കാണുന്നത് കൊണ്ടാണ്. അവരെ ഇത്രയധികം കുറ്റപ്പെടുത്തി പറയുന്നത്. എല്ലാ ദിവസവും പുരുഷന്മാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു സ്ത്രീ ഒരു ദിവസം ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ആയിരക്കണക്കിന് പേപ്പർ എഴുതും. അതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ്. കാര്യം ഇവർ പഠിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് മാറിപ്പോകരുതെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ്. അതുകൊണ്ടാണ് അത്ര വലിയ കൺസേൺ വരുന്നത്. അല്ലാതെ എല്ലാ ദിവസവും ഈ അതിക്രമങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷ സമൂഹത്തിലാണ് നമ്മൾ രണ്ടുപേരും ഉള്ളത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും. പക്ഷെ ശിക്ഷിക്കില്ലല്ലോ. അവരെ ശിക്ഷിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് പേരെ ശിക്ഷിക്കത്തില്ല. താനും ഞാനും ഈ ഇവിടെ ഇരിക്കുന്നത് പിടിക്കപ്പെടാത്ത കള്ളന്മാർ മാത്രമാണ്. അല്ലാതെ ഈ ജയിലിൽ കിടക്കുന്നവർ മാത്രമല്ല. നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് താനും ഞാനും ഇവിടെ ഇരുന്നുകൂടാ. എന്തുകൊണ്ട്? ഇത് തന്നെ കാരണമാണ്. പിടിക്കപ്പെടാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ.
ഇതെനിക്ക് സംശയമൊന്നുമില്ല. അത് ഇയാൾ ഹെൽമെറ്റ് ഇല്ലാതെ നടന്നിട്ടുണ്ടാവും, ഇയാള് രാത്രിയിൽ മതിലി ആടിയിട്ടുണ്ടാവും, ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. പിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാരണം കൊണ്ട് ഇയാൾ നല്ല മാന്യനായിട്ട് എൻ്റെ അടുത്തിരിക്കുന്നു, ഞാനും ഇവിടെ മാന്യനായിട്ടിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പുരുഷന്മാരെ കുറ്റത്തിന് പിടിക്കാനാണെങ്കിൽ ഒറ്റ പുരുഷൻ ജയിലിലല്ലാതെ കിടക്കത്തില്ല. അപ്പൊ സ്ത്രീകളോ? സ്ത്രീകളിൽ 1000-1 കാണത്തുള്ളൂ. ആ ഒന്നിനെ പറ്റിയായിരിക്കും നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളായിരിക്കുന്നവര് പുരുഷന്മാരെ പോലെ തന്നെയാണ്. അവര് പുരുഷന്മാരെ പോലെ തന്നെയാണ്. അല്ലല്ല, അതൊക്കെ അതാ ഞാൻ പറഞ്ഞില്ല. സ്ത്രീയും ഒന്ന് തന്നെയാണെന്ന് ഒരിക്കലും അല്ല. എന്നാൽ ഇതുവരെ സ്ഥാനത്ത് ഇതുവരെ ഇപ്പൊ തന്നെ വെറുതെ നോക്കിയാൽ മതി, ഇവിടുത്തെ നിയമസഭയ്ക്കകത്തോ ഇവിടുത്തെ ലോക്സഭയ്ക്കകത്തോ സംവരണമില്ലാതെ എത്ര സ്ത്രീകളുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്താൽ മതി, 50% സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ 50 പേര് ശരാശരിയെങ്കിലും പോട്ടെ, 40 കാണണ്ടേ? ഇതൊന്നുമില്ല. അതുകൊണ്ട് പുരുഷനും സ്ത്രീയെ ഒരുപോലാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പഠിപ്പിച്ചു തരണ്ട. ഇപ്പോഴത്തെ ഒരു സംഭവം അങ്ങനെയാണല്ലോ. ഇവിടുത്തെ ഒരു സംഭവം ഇല്ല അവിടെ. അതാണ് ഞാൻ പുരുഷനാണെന്ന് ഞാൻ പറയുന്നത്. പുരുഷബോധത്തോടാണ് ഈ വിഷയങ്ങളെ സമീപിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് താൻ അങ്ങനെ അല്ലെന്ന് വിചാരിക്കുന്ന ആളാണ്. ഞാൻ പുരുഷനാണ്. പുരുഷനായതുകൊണ്ടല്ല, പുരുഷബോധം എന്ന് പറയുന്നതും പുരുഷനായിരിക്കുന്നതും രണ്ടാ. ഓക്കെ, അത് വേറെ കാര്യമാണ്. മര്യാദഘട്ട പുരുഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പുരുഷബോധം എന്ന് പറയുന്നത്. മര്യാദഘട്ട പുരുഷന്മാരുടെ സംഘമാണ് നമ്മൾ ഈ ലോകത്തിന് ഈ രീതിയിലാക്കിയിട്ടുള്ളത്. കാരണം അവരുടെ ബലം എന്ന് പറയുന്നത് സ്ത്രീകളുടെയും ബലം കുറഞ്ഞവരുടെയും മണ്ടയിൽ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് കണ്ടെത്തിയ പുരുഷന്മാരുടെ ലോകമാണ്. അവരുണ്ടാക്കിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് വേറൊരു വിഷയമാണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പുരുഷൻ, ഒരുത്തനെ പുരുഷൻ എന്ന് വിളിക്കുന്നത്. ബയോളജിയിൽ അയാൾ പുരുഷനായിരിക്കുന്നുണ്ടല്ല, അയാളുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട ഈ വ്യത്യാസമാണ്. ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മേധാവിത്വപരമായിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനെ മാറ്റി നീ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനാധിപത്യം പറയുന്നത്. താങ്കൾ പറയുന്നു പുരുഷന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതേ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ ചതിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എല്ലാ അടിമകളും സൂത്രശാലികളായി പെരുമാറാൻ ബാധ്യത വരും. കാരണം ബലമില്ലാതിരിക്കുന്നവർക്ക് കീഴടങ്ങി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കണ്ടെത്തുന്നത്. ഈ പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ മര്യാദഘട്ട പുരുഷന്മാരുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരുടെ ലോകമാണത്. അവിടെ എല്ലാ അടിമകളും സൂത്രശാലികളാകാൻ ബാധ്യത വരും, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു പോകും, ചത്തുപോകും. അത് അവരുടെ കുറ്റമായിട്ട് കണ്ടെത്തുന്നത് വീണ്ടും പുരുഷബോധത്തിനകത്തൂടെ കാണുന്നുണ്ടാണ്. അതേ സമയത്ത് കുട്ടിക്കാലത്ത് തുല്യരായി വളർത്തുകയും പരസ്പര ബഹുമാനത്തോടെ വളർത്തുന്നതിനകത്ത് സ്ത്രീകൾക്ക് ഇങ്ങനെയാണ് സ്വഭാവം, പുരുഷന്മാർക്ക് ഇങ്ങനെയാണ് സ്വഭാവം എന്ന് പറയുന്ന സാധനം വരത്തില്ല. അവരെ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്തിന്. അതേ സമയത്ത് പുരുഷൻ വ്യത്യസ്തനാണ്, സ്ത്രീയും വ്യത്യസ്തരാണെന്ന് പറയുന്ന വ്യത്യാസങ്ങൾ അപ്പോഴും നിൽക്കും. വ്യത്യാസങ്ങൾ എന്ന് പറയുന്ന ഒരാളുടെ മുകളിൽ കുതിര കയറുന്ന സാധനമല്ല, പരസ്പര പൂരകമായിട്ട് ഉപയോഗിക്കാം. ഇയാൾക്ക് 40% പണിയെടുക്കാൻ കഴിവുള്ളെങ്കിൽ ബാക്കി 60 എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുകൂടെ ചേർന്ന് 100 ആക്കും. ഈ വ്യത്യാസങ്ങളെ ഉള്ളത്. വ്യത്യാസങ്ങളെ വിവേചനത്തിന് അടിസ്ഥാനമാക്കിക്കൂടാ. പല കാര്യങ്ങളും ബലമില്ലാതെ, ശാരീരികമായ ബലമില്ലാതിരിക്കുന്നവർക്ക് പല തരത്തിലുള്ള കഴിവുകൾ, സ്കില്ലുകൾ ഉണ്ടാകും. അതൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കൊച്ചു ദ്വാരത്തിനകത്തൂടെ നൂണ്ടപ്പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ള ഒരാൾക്ക് കഴിയില്ല. അപ്പോൾ ഒരു കുട്ടി ആവശ്യമായിട്ട് വരും. ഇതുപോലെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സമൂഹത്തിനെ മനസ്സിലാക്കണമെങ്കിൽ പലതരത്തിലുള്ള മനുഷ്യർ ചേരുമ്പോഴാണ് സമൂഹം പൂർണ്ണമാകുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നടത്തുന്ന സമൂഹത്തിനകത്ത് മറ്റുള്ളവർ ഉപകരണമാക്കി മാറ്റിയ ഒരു സമൂഹത്തിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാൾ പറയുന്ന സമൂഹം. ഇതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ഒരു പ്രസ്താവനത്തിൽ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി മണ്ടനാണ്, ബുദ്ധിയില്ല, അറിവില്ലാത്തവനാണ് എന്നൊന്നും അല്ല ഞാൻ അതൊക്കെ പറയുന്നത്. ഇയാൾ അതൊക്കെ ഇങ്ങനെ വെറുതെ പറയാതെ താങ്കളുടെ വാക്കിൽ നിന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ വാക്കുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെ, ബുദ്ധിയില്ല, അറിവില്ലാത്തവൻ എന്ന് പറഞ്ഞില്ലേ? അത് താങ്കൾ എന്താണ് പറഞ്ഞത്, പറയൂ. ഞാൻ യേശുദാസിന്റെ പാട്ടാണ് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അല്ല. സംഗീത സംവിധായകന്റെയും അതിനുശേഷം കവിത എഴുതിയവന്റെയും അതിനുശേഷം പാട്ടുകാരനും കൂടെ ചേർന്നതാണ് പാട്ട്. അപ്പൊ യേശുദാസിന്റെ പാട്ടെന്നോ മമ്മൂട്ടിയുടെ സിനിമയെന്നോ ഒക്കെ പറയുമ്പം അത് അടിസ്ഥാനപരമായി തെറ്റാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സംഗീത സംവിധായകനാണ് ആ സംഗീതം ഉണ്ടാക്കുന്നത്. അയാൾ വിളിച്ചിട്ട് അപ്പോൾ ആ സംഗീതം ഉണ്ടാക്കുന്നതിനോ ഒപ്പം തന്നെ ഏകദേശം ഒപ്പം അപ്പോഴും രണ്ടാമതാണ് നമുക്ക് കാണാൻ കഴിയും. ലിറിക്സ് നമുക്ക് പലതരത്തിലാക്കാൻ പറ്റും. പക്ഷെ സംഗീതം ഒരിക്കൽ നമുക്ക് കേട്ടാൽ ഇമ്പമായി പോയി കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സംഗീത സംവിധായകനും ലിറിസിസ്റ്റിന് ശേഷമാണ്
നന്നായി പാടുന്ന ഒരാളെ വിളിക്കുന്നത്. ആ നന്നായി പാടുന്ന ആരും ആയാലും അവരുടെ പാട്ടായി അത് മാറുന്നു. കാരണം അവരെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതുപോലെ വിഷ്വലായിട്ട് നമ്മൾ കാണുന്നത് അഭിനയിച്ചവരെയാണ്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് യഥാർത്ഥത്തിൽ അതിന് ഫ്രെയിം ഉണ്ടാക്കിയിട്ട്. പക്ഷെ അഭിനയം നല്ലതെങ്കിൽ കഥ പോയില്ലേ? ഏത് അഭിനയം നല്ലതല്ലെങ്കിൽ അവിടെ തീർന്നില്ലേ? ഇല്ല, തീരത്തില്ല. അതിന്റെ അറ്റത്ത് മാത്രമാണ്. അഭിനയിച്ചതായാൽ പോലും സ്ക്രിപ്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അയാൾ അഭിനയം കൊള്ളത്തില്ലായിരുന്നു, കഥ നല്ലതാണെന്ന് ആൾക്കാർ പറയും. മറ്റേതാണെങ്കിൽ തകർന്നു പോകും. എത്ര അതുകൊണ്ടാണ് ഇപ്പം ഇവരുടെയൊക്കെ ഈ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ പൊട്ടിപ്പാളീസായി പോകും. അപ്പോഴും അവർ സൂപ്പർ സ്റ്റാറായിട്ട് തുടരും. അത് ഈ കഥ മോശമായി പോകുന്നുണ്ടോ? അതിന്റെ ഫ്രെയിം ഇല്ല. അതിനകത്ത് ഇയാൾ അഭിനയിച്ച് പൊലിപ്പിക്കാനൊക്കത്തില്ല. അയാൾ നന്നായി അഭിനയിക്കുന്ന ആളായാലും ശരി, അത് പൊലിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് പൊലിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ അഭിനയം കൊണ്ടോ പാട്ട് കൊണ്ടോ പറ്റുന്നത്. അപ്പോൾ അതുവരെ ഉള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് ഇല്ലാതായി പോയിട്ട് യേശുദാസിന്റെ പാട്ട് വേറൊരാൾ പാടരുതെന്ന് ഒരു സമയത്ത് അയാൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ രീതിയിലാണ്, അങ്ങനെ മാത്രമാണ് അത് പറയുന്നത്. അയാളുടെ പാട്ടല്ലത്. അയാളെക്കാൾ നന്നായിട്ട് പാടുന്നവർ ഇന്ന് ലോകത്തുണ്ട്. അവർ പാടുമ്പോൾ അതേ പാട്ട് ഇതിനേക്കാളും മിഴിവോടെ കേട്ടെന്ന് വരും. പക്ഷെ അപ്പോഴും പാട്ട് അവരുടേതല്ല. ഈ ഇത്രയും പേര് ചേരുമ്പോഴുണ്ടാകുന്ന ആ ചേരുവയ്ക്കകത്താണ് അതുള്ളത്. അങ്ങനെയാണ്. അപ്പൊ സിനിമ ഒരുത്തൻ സംവിധായകനായിരിക്കുന്ന ആളിന് അയാളായിരുന്നു ആദ്യം പണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതുകൊണ്ടായിരുന്നു സംവിധായകന്റെ സിനിമയാണെന്നായിരുന്നു പണ്ട് പറയുന്നത്. ഇപ്പൊ അടൂർ ബാലകൃഷ്ണന്റെ സിനിമ എന്നും അതിനകത്ത് അഭിനയിച്ചവരുടെ പേരൊന്നുമല്ല നമ്മൾ പറയുന്നത്. അരവിന്ദന്റെ സിനിമ എന്ന്, എന്താണ് ബെർഗ്മാന്റെ സിനിമ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ സംവിധായകരുടെ സിനിമയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ ടോം ക്രൂയിസിന്റെ സിനിമ എന്ന് നമ്മൾ പറയും. കാരണം ആ സംവിധായകരെ അപ്രത്യക്ഷമായി പോകുന്ന അത്രയും ഇവര് മുന്നേ വന്ന് നിന്ന് ഇവരുടെ ബലങ്ങളുണ്ട്. അവരുടെ ഒരു കഴിവ് കൊണ്ടല്ല, അവരുടെ കഴിവ് കൊണ്ടല്ല. അതിനെയാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. കാരണം മറ്റേത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ പുതിയ തന്നെ എടുത്താല് എറണാകുളത്തുള്ള ആ സ്ഥലത്ത് കുമ്പളങ്ങി നൈറ്റ്സ്, അതിനകത്ത് ആരുടെ സിനിമയാണ് നമ്മൾ പറയും? ശരിയാണ്, അതാണ് അതിന്റെ സ്ഥലം. ഇങ്ങനെ അത് മനസ്സിലാക്കുന്നത്. ഈ ഏരിയകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനകത്തെ മുഴുവൻ ഗ്ലോറിയും ഒരാൾ അടിച്ചുകൊണ്ട് പോകുമ്പം അങ്ങനെ അല്ലെന്ന് പറയുന്നത്. അലക്സാണ്ടറെ ഇയാൾക്ക് അറിയാം. അയാളുടെ കൂടെ വന്ന് ഒരാളുടെ പേര് പറ. അറിയില്ല. അതാണ് അതിന്റെ സ്ഥലം. ചരിത്രം എന്ന് അങ്ങനെയാണല്ലോ. ഗാന്ധി എന്ന് പറയുമ്പോൾ അലക്സാണ്ടറെ പോലെ തന്നെ മര്യാദ കെട്ടതായ ഒരു പൊസിഷനാണത്. അങ്ങനെ ഇല്ല, അവരാരും അല്ല അത് ചെയ്യുന്നത്. ആയിരക്കണക്കിന് മനുഷ്യർ ചേർന്നാലേ അത് നടക്കുള്ളൂ. എല്ലാവരുടെയും ക്രെഡിറ്റ് ഒരാൾ കൊണ്ടുപോകുമ്പോഴാണ് മഹാത്മാക്കൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ ക്രെഡിറ്റാണ് ഈ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ എന്താണ് അലക്സാണ്ടറുടെ കുതിരയുടെ പേര് എനിക്കറിയാം, ബുസിഫാലസ് എന്നാണ്. പക്ഷെ അയാളുടെ കൂടെ വന്ന ഒരാളുടെ പേര് പറഞ്ഞു. ഇങ്ങനെയാണ് അത് പോകുന്നത്. പക്ഷെ അവിടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കുന്തമൊന മാത്രമാണ്. ഗാന്ധി ഇല്ലെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും, ഒരു സംശയവും വേണ്ട. ഗാന്ധി എന്ന് പറയുന്ന ആള് അല്ല, അയാൾ ജനിക്കുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമരം തുടങ്ങി. അത്ര അറിയണം നമ്മള്. ഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കണം. അപ്പൊ അവര് ആയിരക്കണക്കിന് അല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് മനുഷ്യർ അങ്ങനെ തന്നെയാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വിദ്വാൻ ഇല്ലെങ്കിലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ലെന്ന് തെറ്റിദ്ധരിക്കാതെ. ലോകത്ത് എപ്പോഴും നമ്മൾ ഈ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ മഹാന്മാർ. അതുകൊണ്ടാണത്. അല്ലാതെ അവരുടെ റോൾ ഇല്ല എന്നുള്ളതല്ല, അവരുടെ റോള് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒന്നാണ്. കുന്തമൊന എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു സമൂഹത്തിനകത്ത് എല്ലാ ആൾക്കാരും ഇപ്പം നമ്മുടെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ സംസാരം കേൾക്കുമ്പം അതിനൊരുങ്ങിയ ആളുകളാണ് അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വിഷയം മനസ്സിലാക്കും. അതേ സമയത്ത് അങ്ങനെ ഒരുങ്ങാത്തവരുടെ ഇടയിലാണ് നിങ്ങൾ ഇത് കേൾപ്പിക്കുന്നതെങ്കിൽ അവരെല്ലാവരും എന്നെ ചീത്ത പറയത്തേയുള്ളൂ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഗാന്ധി സംസാരിക്കുമ്പോൾ ഒരുങ്ങിയ ജനതയായതുകൊണ്ടാണ് കേൾക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാകുന്നത്. നമ്മളൊരു വരി എഴുതിയാൽ നാട്ടിലുള്ളവർ അത് ടേക്കപ്പ് ചെയ്യുന്നത് അവരൊരുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഒരുങ്ങിയ ജനതയുടെ അവസ്ഥക്കകത്തു നിന്നാണ് നമ്മൾ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് മാറുന്നത്. അല്ലാതെ നമ്മൾ തന്നെത്താൻ പണിയെടുക്കുന്നതുകൊണ്ടല്ല. അതൊരു വലിയ സിസ്റ്റം, ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഇണങ്ങി വരണം. ചിലപ്പോൾ ചിലർ എഴുതുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ വളരെ പിൽക്കാലത്ത് കണ്ടുപിടിക്കും ആൾക്കാർ. ഗംഭീരമായിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ശരിയാണ്, നമ്മുടെ വൈലോപ്പിള്ളിയും അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ എഴുതിയിരിക്കുന്നത് പിൽക്കാലത്ത് ഒരുങ്ങിയ മനുഷ്യർ കണ്ടെത്തുക. ശരിയാണ്, അങ്ങനെയത്. അപ്പൊ ഇത് രണ്ടും കൂടെ സംഭവിക്കുന്ന സമയത്താണ് നേതാക്കന്മാരുണ്ടാകുന്നത്.
രണ്ടും ഒരു സമയത്ത് സംഭവിക്കുമ്പോൾ ഒരു സമൂഹം ഈ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് സമരം ചെയ്ത് തുടങ്ങിയവരുടെ ഇടയിലേക്ക് ഗാന്ധി വരുമ്പോഴാണ് ഗാന്ധി ആകുന്നത്. ഓക്കെ. അല്ലാതെ ഗാന്ധി അല്ലാത്ത സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ അയാൾ സമരം ചെയ്തായിരുന്നല്ലോ. പിന്നെ അവിടെ നിന്ന് അവർക്ക് കിട്ടിയ എന്തിനാ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം ചോദിക്കത്തില്ലേ? കാരണം അവിടെ ഒരുങ്ങിയ ജനതയില്ല. അപ്പോൾ കേൾക്കാൻ ആരുണ്ടായി? അത് അവിടെ ആകെപ്പാട് ഇന്ത്യക്കാരോട് മാത്രമാണ്. അത് മാത്രമേ അയാൾ ഇന്ത്യക്കാരനായിട്ടാണ് സംസാരിക്കുന്നത് പോലും. അവിടുത്തെ ആഫ്രിക്കക്കാരുടെ കൂടെ ഞങ്ങളെ പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് ആ സമരം തുടങ്ങുന്നത്. അപ്പൊ അതേ സമയത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ നേരെ തിരിച്ചാ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു മിസ്കൺസെപ്റ്റഡ് ആയി എന്നാണ്. നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചില്ലേ പുരുഷന്മാർക്ക് ബലം എന്തിനാണെന്ന്. അപ്പൊ ആൾക്കാർക്ക് ഒരു സംശയമില്ലാതെ ഈ നാട്ടുകാരോട് ചോദിച്ചാൽ കുടുംബം അധ്വാനിച്ച് വളർത്താനാണെന്ന് അവർ ഉത്തരം പറയും. അത് കേൾക്കുമ്പോൾ തെറ്റാണോ? തെറ്റല്ല, പക്ഷെ അങ്ങനല്ല അത് മനസ്സിലാക്കുന്നത്. ഇത്രയായി പറയുന്നത്. അപ്പോഴാണ് ബീജം ഒത്തിരി ഉണ്ടെന്നും അണ്ടം ഒന്നേ ഉള്ളെന്നൊക്കെ ഉള്ള അറിവുകളാണ് നമ്മൾ ഇതിനെ മാറ്റി മനസ്സിലാക്കേണ്ടത്. ഈ മാറ്റി മനസ്സിലാക്കൽ പോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് മേഖല കിടന്നു. അവസാനമായിട്ട് ഒരുപാട് കമന്റുകൾ എപ്പോഴും താങ്കളുടെ വീഡിയോസിൽ വരും. അങ്ങനെ കുറച്ച് നോട്ട് ചെയ്താൽ ഞാൻ കുറച്ച് കമന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി താങ്കൾക്ക് എന്താ പറയാന്നുള്ളത് നമുക്ക് ഒരു ടാസ്ക് എന്ന രീതിയിൽ നോക്കാം. ഓക്കെ. ഇതിൽ ഞാൻ കുറച്ച് കമന്റുകൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ പിക്ക് ചെയ്തിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മതി. കിട്ടിയത് ഏതായാലും ഒരു കൊല്ലമില്ല. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണ്? നമ്മൾ ഒരാളെ അല്ല ഇഷ്ടപ്പെടുന്നത്, നമുക്ക് അനുകൂലമായി നിൽക്കുന്ന, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിയുടെ, ഇപ്പോഴത്തെ വ്യക്തികളെ എടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നിലവാരത്തിലുള്ള നമ്മളിൽ തന്നെയുള്ള വാല്യൂസ് ഉണ്ട്. അതിന് സമാനമായ വാല്യൂസ് ഉള്ളവരെ കണ്ടാൽ ഇഷ്ടപ്പെടും. ഓക്കെ. ആ സമാനമായ വാല്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്താൻ നമ്മൾ സാധാരണഗതിയിൽ ശ്രമിക്കുകയും ചെയ്യും. അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് നോക്കും. അങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നപ്പോഴാണ് നമ്മളുമായിട്ട് സമാനമായ ചിന്താഗതിയോ അഭിരുചികളോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള തരത്തിലുള്ള താല്പര്യങ്ങളോ സമാനതയുള്ളതാണോ എന്നുള്ളതായിരിക്കും നമ്മളെപ്പോഴും നമ്മൾ നോക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇണകളെയും നമ്മൾ നോക്കുന്നത്. അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളെ കാണുമ്പോൾ കണ്ടിട്ട് ഇഷ്ടമായി, അത് നമ്മുടെ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളുടെ മനസ്സിനകത്ത് ഒരു സൗന്ദര്യ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സൗന്ദര്യവും പോലും കാണുന്നത്. വേറൊരാൾക്ക് ആ സൗന്ദര്യം കാണണമെന്നേ ഇല്ല. അപ്പോൾ പലപ്പോഴും നമ്മളൊരു 4-5, ഇപ്പോൾ ഇയാളൊരു പുരുഷനായത് കാരണം ഇവിടെ 4-5 സ്ത്രീകൾ മറുവശത്ത് നിൽക്കുകയാണെങ്കിൽ അതിലൊരാളോട് കൂടുതൽ ഇഷ്ടം തോന്നും. അത് അവരുടെ ചേഷ്ടകളാകാം, അവരുടെ നോട്ടങ്ങളാകാം. നമ്മുടെ മനസ്സിനകത്ത് ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ സങ്കല്പം ഉണ്ടാകും, ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷ സങ്കല്പം ഉണ്ടാകും. അത് കുട്ടിക്കാലം തൊട്ട് രൂപപ്പെടുന്ന പല കാരണങ്ങൾ കൊണ്ട് വരുന്ന ഈ ഇമേജ് മറ്റവരുടെ മുകളിലേക്ക് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടാണ് അവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. അപ്പോൾ ആ ആളിനെ നമ്മളൊരു ആരോപണം വയ്ക്കും. ആരോപണം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന അർത്ഥത്തിലല്ല, ശരിക്കും പറഞ്ഞാൽ അത്യാരോപം എന്നാണ് അതിൻ്റെ ശരിയായ വാക്ക്. ഒന്നിൻ്റെ മുകളിലേക്ക് പ്രതിഷ്ഠിക്കും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള സ്ത്രീ സങ്കല്പത്തിന് അല്ലെങ്കിൽ പുരുഷ സങ്കല്പത്തിന് അനുസൃതമായ ഒരാളിന് എല്ലാം ചേരണമെന്നില്ല. കുറേ സാധനങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ ഇതും കൂടെ ചേർത്തങ്ങ് വയ്ക്കും. എന്നിട്ട് ആ ആളിനെയാണ് നമ്മൾ സത്യത്തിൽ ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പറയും നിന്നെ ഞാൻ വിചാരിച്ച പോലെ അല്ലെന്ന് പറയും. അത് പറയുന്ന കാരണം ഇതുകൊണ്ടാണ്. നമ്മൾ അവിടെ ആരോപിച്ച അതിൻ്റെ മുകളിലേക്ക് അത്യാരോപിച്ച അതിനെയും കൂടെ ചേർത്താണ് നമ്മൾ എപ്പോഴും സ്നേഹിക്കാറുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്ത് നമുക്ക് എടുക്കാം. ഓക്കെ. വ്യക്തികളുടെ ശാക്തീകരണത്തിന് വേണ്ടി വിദ്യാഭ്യാസ സംവിധാനങ്ങളെ എങ്ങനെയാണ് പുനഃക്രമീകരിക്കേണ്ടത്? ഇത് വലിയ വിഷയമാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇതുവരെ പറഞ്ഞതിനേക്കാളും കൂടുതൽ പറയേണ്ടി വരും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസം ഫാക്ടറിക്കകത്ത് തൊഴിലാളികളെ ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംസ്കാരത്തിന് അനുസൃതമായിട്ടുള്ള സ്കൂളുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പൗരരെ ഉണ്ടാക്കുന്നിടത്തല്ല ജോലിക്കാരെ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിപ്പിക്കുന്നവരായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അതേസമയത്ത് പൗരബോധമുള്ളവർ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരായിട്ട് നമ്മളെങ്ങനെയാണ് ഒരു ഇന്ത്യൻ പൗരനാകുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നമുക്ക് ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അതിനകത്ത് ഞാൻ ഏറ്റവും എളുപ്പത്തിയാക്കി മനസ്സിലാകാൻ വെക്കുന്നത് ഈ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ജാതി സമ്പ്രദായം നിന്നിരുന്ന അല്ലെങ്കിൽ തട്ട് സമൂഹം അതാണ് ശരിയായ മേല് താഴെയുള്ള അങ്ങനത്തെ സമൂഹത്തിനകത്തുള്ളവരെ ഒന്നിച്ചൊരു ക്ലാസ് റൂമിൽ കൊണ്ടുവരുമ്പോൾ ഒന്നിച്ചിരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് മുൻവശത്തും പുറവശത്തും ആയിട്ട് ഇരുത്തിയത്. അത് ഇതുവരെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.
നമുക്ക് വൃത്തത്തിലിരിക്കുന്ന ക്ലാസ് റൂം പോലും ഇതുവരെ ആരംഭിക്കാൻ പറ്റിയിട്ടില്ല. അധ്യാപകർ ഇപ്പോഴും അനുസരണയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അതിനെ മാറ്റാനായിട്ട് നമുക്ക് ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൗരബോധ നിർമ്മാണമാണെന്നും അതിൻ്റെ സ്വാഭാവികമായ പരിസമാപ്തിയാണ് ഒരാൾ ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. അതിന് പകരം നമ്മൾ ജോലിക്കാരും കൂലിക്കാരും ശമ്പളക്കാരുമായി മാറാനാണ് ഇന്ന് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരുന്നത്. അപ്പം 20 വർഷം തൊട്ട് 25 വർഷം വരെ പഠിച്ച ഒരാളിന് സ്വയം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവരായി പോകും. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ. അത് തന്നെയാണ്, അത് അങ്ങനെ ആക്കുന്നത് വഴിയാണ്. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുണ്ടാക്കിയ ഫാക്ടറിയിൽ ജോലി ചെയ്യാനായിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകാരൻ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നതിന് നേരത്തെ ഞാൻ ഇയാൾ പറയുന്ന സമയത്ത് തോട്ടിൻ്റെ കരയിൽ ജീവിക്കുന്നവർക്ക് മീനെ പിടിക്കാൻ അറിയുന്നു എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മൈത്രേയൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഞാൻ ഈ ലോകത്ത് എന്തെല്ലാം തരത്തിലാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിനകത്ത് പ്രയോജനം, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പ്രയോജനകരമായി എന്താണെന്നുള്ളത്. ഞാൻ പുസ്തകം എഴുതിയും അത് പ്രിൻ്റ് ചെയ്തും അത് പബ്ലിഷ് ചെയ്തും അത് കൊണ്ടു നടന്ന് വിറ്റുമായിരുന്നു ഞാൻ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ആളുകൾക്ക് ആവശ്യമുള്ള, ഇപ്പം ഇയാൾ എന്നെ എന്തുകൊണ്ടാണ് കാണാൻ വന്നത്, താങ്കളുടെ ഐഡിയോളജി അറിയാം. അതുപോലെ എന്നോട് ചോദിച്ചാൽ ചില ജീവിതത്തിനെ പറ്റി ചില കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എന്നെ ഇന്ന് വിളിക്കുന്നത്. ആ വിളിക്കുന്ന ആൾക്കാരാണ് എന്നെ നിലനിർത്തുന്നത്. അപ്പോൾ എനിക്ക് ജീവിക്കുന്നതിനെ പറ്റി ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ആലോചിക്കേണ്ടി വരത്തേ ഇല്ല. കാരണം ആവശ്യക്കാരെൻ്റെ മുന്നിൽ നിരന്ന് നിൽപ്പുണ്ട്. ആവശ്യക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് നമ്മുടെ അവിടെയാണ് പ്രയോജനമുള്ള ആളായിരിക്കുക എന്നുള്ളതാണ്. ഒരു സമൂഹത്തിനകത്ത് നമ്മൾ പ്രയോജനമുള്ള ആയിട്ട് ഇപ്പോൾ ഡോക്ടറായിട്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾ വരും ചികിത്സ മാറാനായിട്ട്. അതുകൊണ്ട് പ്രയോജനമുള്ള ആളാകുക, ജോലിക്ക് വേണ്ടിയല്ല, ജീവിക്കാനായിട്ട് പ്രയോജനപരമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒത്തിരി തരത്തിലെ പ്രയോജനകരം, ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരനായിട്ട് അറിയാം, അപ്പോൾ തന്നെ നമ്മൾ പ്രയോജനമുള്ള ആളായിട്ട് മാറും. അപ്പം പഠിക്കണമെന്നില്ല, പഠനമാണത്. അല്ല ഞാൻ പറയുന്നത് ക്ലാസ് റൂമിലാണ് പഠനം നടക്കുന്നതെന്ന് പറഞ്ഞ കൂലിക്കാരെ ഉണ്ടാക്കുന്ന ഈ ക്ലർക്കന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ അത് തുടങ്ങിയത്. അതുകൊണ്ടാണ് അതെല്ലാം ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നു പോകുന്നത്. അങ്ങനല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ആയിരക്കണക്കിന് തരത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരു മിനിമം ഒരു 10ാം ക്ലാസ് യോഗ്യത ഇല്ലെങ്കിൽ ഒന്നിനും തന്നെ അതൊക്കെ ഈ ഇവരുണ്ടാക്കിയ ലോകമാണ്. അത് മാറ്റി ചിന്തിക്കണം. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. അതിലൊരു മാറ്റം വരുമോ? അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇയാളും ഞാനും കൂടെ ചെയ്യേണ്ട പണിയാണ്. ആരെങ്കിലും ചെയ്തു തരുന്നതല്ല. നമ്മുടെ ചുറ്റുപാടും എണക്കേണ്ടത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ അതിന് മുൻകൈ എടുക്കേണ്ടതാണ് ഈ നമ്മുടേതാ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ മാറ്റങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്തുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.